ഹായ്. അങ്ങനെ ജിൻ്റപ്പൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ജിൻ്റപ്പൻ എനിക്ക് സത്യത്തിൽ ആ ക്യാരക്ടറെ ഇന്നാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത്. സാധാരണ അതിനകത്തുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്ന ഒരു ഭയങ്കര ഡ്രാമ അതൊന്നും അങ്ങേര് കാണിക്കാൻ പോയില്ല. വളരെ സൗമ്യനായി വളരെ കാമായി അമ്മയെ എതിരേറ്റു. ആൻഡ് പുള്ളി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ വിഷയത്തിൽ പ്രത്യേകിച്ച് അമ്മയെ കണ്ടപ്പോൾ മനസ്സിലായത് തീർച്ചയായിട്ടും അമ്മ അസുഖബാധിത തന്നെയാണ്. അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി എടുക്കാൻ പുള്ളി ശ്രമിച്ചതല്ല, അത് റിയാലിറ്റി ആയിരുന്നു. പുള്ളിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്ത ആളാണ്, നടക്കാനൊന്നും തീരെ പാടില്ലാത്ത ഒരാൾ. മെച്യൂരിറ്റി ലെവലെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല ജിൻഡോ സത്യത്തിൽ മണ്ടനായി അഭിനയിക്കുകയാണ്. അയാൾ മണ്ടനൊന്നുമല്ല. മാത്രവുമല്ല അയാളുടെ ഒരു ഇന്നസെൻസ് ആണ് അയാളെ മണ്ടനാക്കി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. അമ്മ പറഞ്ഞ ഒരു കാര്യം, അതായത് ജിൻഡോയുടെ അമ്മ പറഞ്ഞൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തിരുന്നു. എല്ലാവരും കളിക്കുകയാണ്, അവർക്ക് ജയിക്കണ്ടേ, അപ്പോൾ അവർക്ക് ജയിക്കാൻ വേണ്ടി അവരെന്തൊക്കെ പറയുന്നതാണ്. മോൻ അതൊന്നും കാര്യമാക്കേണ്ടതാണ്. പക്ഷേ എനിക്കതിൽ നിരാശയാണുള്ളത്. കാരണം മകൻ അങ്ങനെ ഒരു രീതിയിൽ അപമാനിക്കപ്പെടുന്നതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർ പറയണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ മെച്യൂരിറ്റി കൂടിപ്പോയി, അതാണ് പ്രശ്നം. പക്വതയുടെ അങ്ങ് ആകാശത്തോളം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളിക്കാരത്തേക്ക് അത് പറയാൻ സാധിക്കുന്നില്ല എന്നാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന വേറൊരാളെ നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു. ഇന്നത്തെ ദിവസം ആകെ ഡെസ്പായി, മൂഡൗട്ടായി, ആകെ വിഷമിച്ചിരിക്കുന്നത് ആരാണ്? ജാസുമോള. എന്താണെന്നറിയുമോ? അച്ഛൻ വരുന്ന ഒരു സിനാരിയോ. മറ്റേതിനകത്തൊന്നും തന്നെ അമ്മമാർ മാത്രമേ വന്നുള്ളൂ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ അച്ഛനും വരുന്നുണ്ട്. നമ്മുടെ ഫാദറും വരാൻ ചാൻസ് ഉണ്ട്. ടോട്ടലി മൂഡൗട്ടായി കട്ടിലേക്ക് വീണ് തരികിടയായി കിടക്കുകയാണ് ജാസുമോൾ. ഇന്നലെയും മെനിങ്ങാന്ന് നോക്കുക തുള്ളിക്കളിച്ച ബഹളം വെച്ച ആളല്ല ഇന്ന്, നേർ വ്യത്യാസം. അപ്പോൾ ഇന്നലെയൊക്കെ അൻസിബയുടെ അമ്മയോ ബാക്കിയുള്ളവരെ അവൾ ഭയപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. വീട്ടിൽ നിന്ന് വരുന്നത് അമ്മയും അനിയനും മാത്രമായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച അവൾക്ക് ഇന്ന് അച്ഛനും കൂടെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൻ ഔട്ട്സ്പോക്കൺ ആണ്. ഒന്നാമത് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാപ്പ ഭയങ്കര കുഴപ്പമാണ് എന്ന്. അപ്പോൾ അവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഇത്രയും ദിവസം പടുത്തുയർത്തി ആ വൻ കോട്ട ഇടിഞ്ഞങ്ങ് താഴെ വീഴുമെന്നുള്ള ഭയം അവളുടെ കണ്ണിൽ കാണും. ബാക്കിയുള്ളവരുടെ ജിൻഡോയുടെ പേരൻസ് കാണിക്കുന്ന ആ ഒരു മമത, സഹാനുഭൂതി ഒക്കെ അത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കൂടെ നന്ദനയുടെ പേരൻസും വന്നിട്ടുണ്ട്. പേരൻസ് എന്ന് പറയുമ്പോൾ മീൻസ് അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ആൾസോ വളരെ ജെന്യൂനായിട്ടാണ് എല്ലാവരും ഇടപെടുന്നത്. മകൾ കാരണം ഇങ്ങനെയൊരു ഇതിലേക്ക് വന്നതിൻ്റെ ഏറ്റവും സന്തോഷവും അതിൻ്റെ നന്ദിയുമൊക്കെ ആ അമ്മ ശരിക്കും പ്രകടിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ജിൻഡോ കാണിക്കുന്നതിൻ്റെ മറ്റൊരു പോർഷനാണ് നന്ദന കാണിച്ചത്. ഒരു 30 കൊല്ലം 40 കൊല്ലം വരെ അമ്മയെ കാണാതിരുന്ന മോള് അമ്മയെ കണ്ടു. അതാണ് അവിടെ കണ്ട ആ സീനറിയൊക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഏതായാലും ജിൻഡപ്പൻ സോ ഗുഡ്, സോ ഗുഡ്. തീർച്ചയായിട്ടും സൂപ്പർ. കപ്പിന് അർഹതപ്പെട്ടവൻ ജിൻഡപ്പൻ തന്നെയാണ്. താങ്ക് യു.